തിരുവനന്തപുരം കോർപ്പറേഷനിൽ താൻ മേയർ സ്ഥാനാർത്ഥിയാണെന്ന് പറയാൻ കഴിയില്ല എന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി വി രാജേഷ്. ഭൂരിപക്ഷം നേടിയതിനു ശേഷം പാർട്ടി മേയറെ തീരുമാനിക്കും. നിലവിലെ ഭരണസമിതിക്കെതിരെ തന്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ ഇത്തവണ ഗുണം ചെയ്യും. കോർപ്പറേഷനിൽ ബിജെപി അധികാരം പിടിക്കുമെന്നും വി രാജേഷ് മീഡിയ വണിനോട് പറഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് മീഡിയ വണിനോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ തവണത്തിൽ നിന്ന് മാറി, പൂജപ്പുരയിൽ നിന്ന് മാറി പുതിയൊരു വാർഡിലേക്ക് മത്സരിക്കുന്നു. എങ്ങനെയാണ് പ്രതീക്ഷകൾ? നല്ല പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് വാർഡിനെ കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് മുഴുവൻ, ഞങ്ങൾക്ക് മാത്രമല്ല ജനങ്ങൾ മുഴുവൻ പ്രതീക്ഷയാണ്. ജനങ്ങളുടെ പ്രതീക്ഷയൊക്കെ തന്നെ നിറവേറ്റാൻ വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷവും തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF ഭരണത്തിനെതിരായുള്ള വലിയ പോരാട്ടത്തിലായിരുന്നു. ജനങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു ഭരണമാറ്റം. ജനങ്ങൾക്ക് മാലിന്യമുക്ത നഗരത്തിൽ ജീവിക്കണം. തെരുവുനായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തെരുവുനായി ഓടിച്ചിട്ട് കടിക്കുകയാണ്. ആ തെരുവുനായ്ക്കളുടെ കടികളിൽ നിന്നും ആൾക്കാർക്ക് രക്ഷപ്പെടണം. വഴിവിളക്കുകൾ പ്രകാശിക്കണം. അതോടൊപ്പം തന്നെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തൂണിന് പോലും കൈക്കൂലി കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് മാറണം. ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോകുന്നവരെ പോലും അഴിമതിയുടെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുന്ന കോർപ്പറേഷൻ നിലപാടുകൾ മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അതിനനുസരിച്ച് വോട്ട് ചെയ്യും. കഴിഞ്ഞ തവണത്തെ സമരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങളായിരുന്നു സമരത്തിന് നേതൃത്വം നൽകുന്നത്. പ്രതിപക്ഷ നിരയെ നയിച്ചിരുന്നത് വി രാജേഷ് ആയിരുന്നു. ഇത്തവണ സ്വാഭാവികമായിട്ടൊരു മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് കാണുന്നത്. താങ്കളാണോ മേയർ സ്ഥാനാർത്ഥി? ഞങ്ങളുടെ പാർട്ടി ഭൂരിപക്ഷം നേടുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിൽ, ആ ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചാണ് ഞങ്ങളൊക്കെ പോകുന്നത്. ജനങ്ങളൊക്കെ ഞങ്ങളോടൊപ്പമാണ്. ഭൂരിപക്ഷം ലഭിച്ചതിന് ശേഷം പാർട്ടി ഉചിതമായ സമയത്ത് അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. എന്തായാലും അധികാരം പിടിക്കും തന്നെയാണ് പ്രതീക്ഷ. അല്ല, അധികാരം ജനങ്ങൾ ഞങ്ങൾക്കല്ലേ തരേണ്ടത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ 5 വർഷവും ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടം, എത്രയോളം 3000 ക്രിമിനൽ കേസുകളാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരങ്ങളുടെ പേരിൽ ഏറ്റെടുത്ത്. എത്ര ദിവസം ജയിലിൽ കിടന്നു, എത്ര ദിവസം പട്ടിണി കിടന്നു, എത്ര ദിവസം ഞങ്ങൾ പോലീസ് ക്യാമ്പുകളിലായിരുന്നു, എന്തുമാത്രം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. ഇനി 3000 കേസുകൾ എത്ര വർഷം കഴിഞ്ഞാലാണ് കേസുകൾ തീരുന്നത്? ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ വിശ്വസിച്ച് ചെയ്താണ്. തീർച്ചയായിട്ടും ആ ഒരു അംഗീകാരം ഞങ്ങൾക്ക് ലഭിക്കും. വിജയപ്രതീക്ഷ തന്നെയാണ് 100%. ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുമെന്ന് മാത്രമല്ല 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ മാറ്റും. ശ്രീലേഖ, വി രാജേഷ് തുടങ്ങിയവർ മത്സരിക്കുന്നുണ്ടെങ്കിലും മേയർ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയല്ല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നാണ് ബി.ജെ.പി. അവകാശപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുമെന്നും ബി.ജെ.പി. നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനൊപ്പം സുഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.